NCP കേരള ഘടകം പിളർപ്പിലേക്ക് ആലപ്പുഴ ജില്ലാ നേതാവായ റെജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണ് NCP വിടുന്നത്. ശരിയും തെറ്റും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത നേതൃത്വമാണ് NCPയിലുള്ളത്. 90% പ്രവർത്തകരും തനിക്കൊപ്പമുണ്ട് എന്നും റെജി ചെറിയാൻ പറഞ്ഞു. UDFിലെ പല കക്ഷികളും ചർച്ച നടത്താൻ വന്നിരുന്നുവെങ്കിലും ഈ മാസം 20-ന് മുൻപ് തീരുമാനം പ്രഖ്യാപിക്കുമെന്നും റെജി ചെറിയാൻ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ജൂൺ 19-ന് യോഗം ചേരും. യോഗത്തിന് ശേഷം ആലപ്പുഴ ജില്ലയിൽ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കും. NCPയിൽ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണുന്നില്ലെന്നും റെജി ചെറിയാൻ പറഞ്ഞു. ഞങ്ങൾ NCP നേതൃത്വം ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പല സംഘടനാ പ്രശ്നങ്ങളും പാർട്ടിയുമായിട്ട് ഇടഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. NCP സംബന്ധിച്ചിടത്തോളം ആൾക്കാർ വരുന്നതല്ല അവർക്ക് പ്രശ്നം, എത്ര പേര് പോകുന്നു മാത്രമാണ് അവർ നോക്കുന്നത്. കാരണം ആൾക്കാർ പോകുന്നതോറും അവരുടെ സൗകര്യങ്ങളിലും അവരുടെ ഈ പറഞ്ഞ അധികാരങ്ങളും അവകാശങ്ങളിലും കൂടുതൽ കിട്ടും എന്നുള്ളതാണ് അവർക്ക്. ഒന്ന്. രണ്ട്, എല്ലാ മാധ്യമങ്ങളിലും വന്നു ഞങ്ങളുടെ പാർട്ടി വിടുന്നു, അത് ജോസഫ് ഗ്രൂപ്പിലോട്ട്. അങ്ങനെ ജോസഫ് ഗ്രൂപ്പ് എന്നുള്ളത് UDFിലെ ഞങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആൾക്കാർ ഞങ്ങളിപ്പോൾ 2-3 ഗ്രൂപ്പായിട്ട് സംസാരിച്ചു. ജോസഫ് ഗ്രൂപ്പായിട്ട് സംസാരിച്ചു, കാപ്പരോട്ട് സംസാരിച്ചു, RSPയോട്ട് സംസാരിച്ചു. അപ്പോൾ ഇവർക്ക് ഞങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പാർട്ടി ആരാണോ, ഞങ്ങളുടെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കി മുമ്പോട്ട് പോകാൻ എപ്പോൾ സാധിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നലുണ്ടായാൽ ഞങ്ങൾ ആ തീരുമാനങ്ങളിൽ പോകും. ആ തീരുമാനം അനുസരിച്ച് ഞങ്ങൾ 20-ാം തീയതിക്ക് മുമ്പ് ഈ പാർട്ടികൾ ഒരു പാർട്ടിയിൽ ലയിക്കുന്നതായിരിക്കും. ഒരു ലയന സമ്മേളനം അതിനുശേഷം നടത്തുന്നത്. ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം റെജി ചെറിയാനോ NCPയുടെ സംസ്ഥാന നേതൃത്വം എന്നും റെജി ചെറിയാൻ്റെ സീറ്റ് പറഞ്ഞിട്ടില്ല. റെജി ചെറിയാന് കുട്ടനാട് സീറ്റ് ഉറപ്പിച്ചതാരാ, പറഞ്ഞതാരാ? ഈ തോമസ് കെ തോമസ്. കാരണം ഞാൻ വന്നതിന് ശേഷം പുള്ളി തന്നെ ചിന്തിച്ചു, ഞാൻ ഇതിനു വേണ്ടി വന്ന വ്യക്തിയാണ്. ഞാൻ കുട്ടനാട്ടിൽ ഇറങ്ങി നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അതുമായിട്ട് യോജിപ്പിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു സംഘടനയോട്ട് ഏത് സംഘടനയോട്ട് പോയാലും ആ സംഘടന നേതൃത്വം എന്ത് തീരുമാനിക്കുന്നു. നാളെ റെജി ചെറിയാനാണെങ്കിൽ ആ നേതൃത്വം പറഞ്ഞാൽ റെജി ചെറിയാനായിരിക്കും. അതല്ലെങ്കിൽ എന്നേക്കാൾ കഴിവുള്ളതോ ജയിക്കുമെന്നുറപ്പുള്ള വേറാണെങ്കിൽ ആ ആള് അതിൽ കൂടെ ഞങ്ങൾ നിൽക്കും. ഇപ്പോൾ ഞങ്ങൾ NCPയിൽ ഇത്രയും കാലം പ്രവർത്തിച്ചതൊന്നും നോക്കിയല്ലോ. അങ്ങനെ തോമസ് കെ തോമസോ അല്ലെങ്കിൽ 4 പേരോ പറഞ്ഞാൽ അങ്ങനെ ആവില്ല. കാരണം നേതൃത്വം തീരുമാനം എടുക്കണ്ടേ. ആ തീരുമാനങ്ങൾ ഞങ്ങൾ പോകുന്ന പാർട്ടി എടുക്കും. ആ തീരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ